അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തഅദൂ നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണുന്ന പക്ഷം നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെ പറ്റിയാണ് ഇപ്പോൾ അവിടെ സംസാരിച്ചത്, ആരോഗ്യത്തെപ്പറ്റി. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും അധികം നമ്മൾ കാണുന്നതൊക്കെ ഈ ആരോഗ്യം എന്നുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോയ കുറേ ആളുകളെ പറ്റിയാണ്. ആ ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് നീങ്ങിപ്പോകുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, ബന്ധുക്കാരുണ്ടാവും, എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും. നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല, നമ്മൾ ആ കമ്പനി കൂടി അങ്ങനെ പോവും. അപ്പോൾ നമുക്ക് സമയം തികയാതെ വരും. പക്ഷെ ആ ഒരു ആരോഗ്യം എന്നുള്ള അനുഗ്രഹം നീങ്ങിപ്പോകുമ്പം ഇത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പോവും. ആദ്യം സുഹൃത്തുക്കൾ പോവും, സമ്പത്ത് പോവും, ബന്ധുക്കാർ പോവും. ഇതൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായി പോയിക്കൊണ്ടിരിക്കും. സമ്പത്ത് നമുക്ക് ആ തൊഴിൽ നഷ്ടപ്പെടുന്നതോടുകൂടി, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നതോടുകൂടി നമ്മൾ തൊഴിൽ നഷ്ടപ്പെടും. ആ തൊഴിൽ നഷ്ടപ്പെടുന്നതോടുകൂടി സമ്പത്ത് പോവും. ആ സമ്പത്ത് പോകുന്നതോടുകൂടി നമ്മുടെ കൂട്ടുകാർ പോവും. അങ്ങനെ അങ്ങനെ ഓരോന്നായി നഷ്ടപ്പെട്ട് അവസാനം നമ്മൾ ഒറ്റപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് സഹോദരങ്ങളാണ് നമുക്കിവിടെ ഓരോ ആഴ്ചയിലും വരുന്ന നമ്മൾ ഭിന്നശേഷി ഡേ കെയർ നടത്താറുണ്ട്. അത്തരം ഒരുപാട് സഹോദരങ്ങളാണ് ഇവിടെ ഓരോ ആഴ്ചയിലും ഒരുമിച്ച് കൂടുന്നത്. നമുക്കൊരു 100ഓളം ഇത്തരം സഹോദരങ്ങളുണ്ട് നമ്മുടെ ഈ നാടിൻ്റെ പല ഭാഗത്തു നിന്നും. നമ്മളെ ഈ അടുത്ത പ്രദേശം, ഇതിൻ്റെ കുറച്ച് ദൂര പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് ഒരുമിച്ച് കൂടുന്ന കുറേ സഹോദരങ്ങൾ. ഓരോ ആഴ്ചയിലും നമുക്ക് ഒരു 20-25 സഹോദരങ്ങൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടാറുണ്ട്. ഇവരൊക്കെ ഇതേപോലെ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം, ആരോഗ്യമെന്ന ഈ അനുഗ്രഹം ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായി നീങ്ങിപ്പോയ ആളുകൾ. അവരൊക്കെ ഇതേപോലെ നല്ലപോലെ ജീവിതത്തിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ആളുകൾ. ഒരൊറ്റ സെക്കൻഡ് സമയത്തെ കാരണം കൊണ്ട് അവർ എന്നേക്കുമായിട്ട് വീൽ ചെയറിലായ ആളുകൾ. അവർക്കൊക്കെ ആരോഗ്യാവസ്ഥയിൽ ഇതേപോലെ ഒരുപാട് കമ്പനികൾ, കൂട്ടുകാർ എല്ലാം ഉള്ള ആളുകൾ. പക്ഷേ ഇത് ഓരോന്നും അതിന് പോയതോടുകൂടി ആ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ക്രമേണ പോയ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അതിലൊരു സഹോദരനായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹത്തിനൊരു 52 വയസ്സ് പ്രായമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് അപകടം പറ്റിയിട്ട് ഒരു 25 വർഷമായി. ഇതേപോലെ നാട്ടിൽ എല്ലാ ആവശ്യത്തിനും ഓടി നടന്നിരുന്ന ആളാണ്. ആരെന്ത് സഹായത്തിന് വിളിച്ചാലും പോവും, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾ. പക്ഷേ ഇതേപോലെ ഒരു സഹോദരൻ ഇതേപോലെ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പം പോയി. അതൊരു കിണറിൽ ഇറങ്ങേണ്ട ഒരു ആവശ്യമാണ്. ആ ഇറങ്ങി ആവശ്യം കഴിഞ്ഞ് കയറുന്ന സമയത്ത് പിടിവിട്ട് താഴോട്ട് വീണു. അങ്ങനെ നട്ടലിന് ക്ഷതം സംഭവിച്ച് 25 വർഷത്തോളമായിപ്പം വീൽ ചെയറിൽ. നേരത്തെ പറഞ്ഞ പോലെ സഹോദരൻ പറഞ്ഞത്, ഞാൻ ആരോഗ്യമുള്ള സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വീട്ടിൽ വരും, സംസാരിക്കും, കുറേ അധികം സംസാരിക്കും. അദ്ദേഹമാണ് സംസാരപ്രിയനുമാണ്. പക്ഷേ പിന്നീട് ഓരോന്നങ്ങനെ പോയി. ഇപ്പോൾ ആരുമില്ല. രോഗിയായ ഭാര്യ ഉണ്ട്, മക്കളുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ വലിയ ആഗ്രഹം. ഇപ്പോഴും ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ ഒരുപാട് സമയം ആൾ സംസാരിക്കും. ഇപ്പോൾ ആൾ പറഞ്ഞത് ഇതേപോലെ ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവും. ഈ ആരോഗ്യം പോകുമ്പം ഓരോന്ന് നഷ്ടപ്പെടുന്നുള്ള അത് അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ അതനുസരിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിന് പിൻവശത്ത് മുറിവ്, നമുക്കറിയാം ഈ ഒരു ഇത്തരം ആളുകൾക്ക് ആകെ വരുന്ന സംഗതി എന്നാണ് പിന്നിൽ ബെഡ് സോർ വരും. കാരണം സ്ഥിരമായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇരിക്കുക, വീൽ ചെയറിൽ ഇരിക്കുക, കിടക്കുക, ഇത് രണ്ടാണല്ലോ അവർക്ക് ചെയ്യാനുള്ളത്. ആ മുറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളോളം കമിഴ്ന്ന് കിടക്കണം. പക്ഷെ നമ്മളവിടെ ഡേ കെയറിന് ഈ മുറിവ് ഉണ്ടെങ്കിലും അദ്ദേഹം
പ്രയാസപ്പെട്ട് വരും. നമ്മുടെ ഈ കൂട്ടായ്മയും ഈ ഒരു ഡേ കെയറൊക്കെ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ സാമ്പത്തികമായിട്ട് ഇപ്പം ആരോഗ്യം പോയോടുകൂടി ഇങ്ങനെ ക്രമേണ സമ്പത്തൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇവർക്കുണ്ടാവില്ല കുറേ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരെ ആവശ്യങ്ങൾ കുറേ ഉണ്ടാവുമല്ലോ. ചില ആളുകളൊക്കെ പിന്നെ അത്തറും അതേപോലെ ഈ സോപ്പ് പൗഡറൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിൽ മഹാഭൂരിപക്ഷ ആളുകളും അതൊന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അവർ നമ്മളിവിടെ വരുമ്പോൾ നമ്മളവിടെ കൊടുക്കുന്ന ഇവർക്ക് കൊടുക്കുന്ന ഈ ഒരു പെൻഷന് അവർക്കത് വലിയൊരു കിട്ടലാണ്. അവരെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കണ്ടല്ലോ. പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നുള്ളത് ഇപ്പം സമ്പത്തുള്ള മക്കളാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ചോദിക്കുക എന്നുള്ളത് ഒരു പ്രയാസമാവും. മക്കളോട് ചോദിക്കുക എന്നുള്ളത് അധികം ആൾക്കാർ ചെയ്യൂലേ. മക്കൾ ഇങ്ങോട്ട് കൊടുത്താലേ അത് വലിയ കിട്ടലേ. പക്ഷേ മക്കൾ വിചാരിക്കുക എന്താ വെച്ചാൽ ഉപ്പാർക്ക് ചോദിച്ചുകൂടെ എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ തിരിച്ചാണ് വരിക. തിരിച്ച് അവർ ചോദിക്കാൻ അവർ റെഡിയാവില്ല. പക്ഷെ അവർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്നതുപോലെ ഇത്തരം ആളുകൾക്കുള്ള ആവശ്യങ്ങൾ പല ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഒരു പെൻഷൻ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഈ സഹോദരന് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം പിന്നെ സമൂഹത്തിൽ എല്ലാത്തിനും മുന്നിലുണ്ടായ ആൾ ഇത് നശിച്ചോടുകൂടി അദ്ദേഹത്തിൻ്റെ പിന്നെ ആരോഗ്യം പോയോടുകൂടി തന്നെ കുടുംബം സുഹൃത്തുക്കൾ പോയി ഒക്കെ പോയി. ഇതേപോലെ മറ്റൊരു സഹോദരി ഇതേപോലെ കഴിഞ്ഞ ആഴ്ച കൊടുന്നിരുന്നു. ആ സഹോദരിക്ക് ചെറിയ സമയത്ത് തന്നെ കാലിൽ ചെറിയ മുഴ വരുമെന്ന് പറഞ്ഞു. ആ മുഴ വരുമ്പോൾ അത് പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കും. അങ്ങനെ പിന്നെ കുറച്ച് വലിയ മുഴ വന്നു, അതെടുത്ത് ഒഴിവാക്കി. പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയ സമയത്ത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു, 2 കുട്ടികളായി. അതിന് ശേഷം ഒരു മുഴയും കൂടെ വന്നു, കാലിന് മുഴ വന്നു. മുഴ വന്നപ്പം ഡോക്ടർമാരെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് അത് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം അത് വലിയൊരു മാരകമായ ഒരു അസുഖം. അപ്പോൾ അത് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞു. കാല് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞാൽ അതല്ലാതെ വേറെ മാർഗ്ഗമില്ല, കാരണം മേലോട്ട് പടരും. അപ്പോൾ ആ കാല് പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റി. ഏകദേശം ഈ ഭാഗത്ത് മുറിച്ചു മാറ്റി. ഇപ്പം നമ്മളെ ക്രച്ചസ് ഉപയോഗിച്ചിട്ടാണ് നടന്നു വരുന്നത്. പക്ഷെ അതൊന്നും അവിടെയല്ല അതിൻ്റെ പ്രയാസം അവിടെയല്ല സംഭവിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ഈ ഒരു അസുഖം വന്നതോടുകൂടി പിന്നെ ആ പെണ്ണിനെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്താൻ തുടങ്ങി. ഒരു രോഗി മാത്രമല്ല, കാലും ഇല്ലാത്ത അവസ്ഥ. അത് പറഞ്ഞ് മാനസികമായിട്ട് പ്രയാസപ്പെടുത്താൻ തുടങ്ങി. വലിയൊരു ബുദ്ധിമുട്ടായി. അതോടുകൂടി ആ ബന്ധം തന്നെ ഒഴിവാക്കേണ്ടി വന്നു. ആ ആരോഗ്യം പോയോടുകൂടി ആ ജീവിതത്തിൽ വന്ന ആ ഒരു ടേണിംഗ് പോയിൻ്റ്. അവസാനം ഇപ്പോൾ ആ ബന്ധം ഒഴിവാക്കി. പ്രായമായ ഉമ്മയും ഉപ്പയും ആണിപ്പം ഈ സ്ത്രീൻ്റെ കൂടെ ആ വീട്ടിലുള്ളത്. 2 കുട്ടികളും. വേറെ യാതൊരു വരുമാനമില്ല. ഉപ്പക്ക് പ്രായമായതാണ്. അപ്പോൾ നമ്മൾ ആ സഹോദരി നമ്മളെ ഈ ഒരു ഡേ കെയറിന് നമ്മളൊരു ലിസ്റ്റിലുണ്ട്. അവർക്കും നമ്മൾ ഈ ഒരു പെൻഷൻ കൊടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കിട്ടലാണ്. കാരണം വേറെ ഒന്നും ഇല്ല. മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ളൊരു ഇടം, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറയല്ലോ. അവർക്ക് ആരോടെങ്കിലുമൊക്കെ പറയാം. നമ്മുടെ സഹോദരിമാരൊക്കെ അവരോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇത്രയും ആളുകൾ പറയലുണ്ട്. പറയാൻ കഴിയാത്ത, നമ്മളോടൊക്കെ പറയാൻ പറ്റാത്ത കാര്യങ്ങളോട് പറയാനൊരു ഇടം ഉണ്ടല്ലോ. എല്ലാം ഇവർക്കില്ലല്ലോ. ഇവർക്ക് വീട്ടിലുണ്ടാകുക അപ്പോൾ ഉമ്മയും ഉപ്പയും ഇവരോട് എന്ത് പറയണേ, ഇവരോടൊക്കെ പറയണതിനൊരു പരിധികളുണ്ടല്ലോ. പക്ഷെ പുറത്തൊരാൾക്കാരോട് ഇത് സംസാരിക്കാനുള്ള ഒരു വേദി അവർക്ക് കിട്ടുമ്പോൾ ഒന്നും വേണ്ട, നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അത്തരം ആളുകളാണല്ലോ ഇവിടെ ഉള്ളത്. ഇവർ പിന്നെ സംസാരിക്കുകയാണെങ്കിലും കേൾക്കുമല്ലോ, ചെവി കൊടുക്കും. എത്ര തിരക്കുണ്ടെങ്കിലും അവരെന്താ പറഞ്ഞത് കേൾക്കും. നമുക്ക് കഴിയുന്ന നമ്മളെ പരിമിതികൾക്കുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാമെന്നല്ല. പക്ഷെ എന്നാലും അവർ കേൾക്കുക എന്നുള്ളൊരു സംഗതി നമുക്കുണ്ടല്ലോ. അതുതന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗതിയാണ്. മാത്രമല്ല ഒന്ന് വീട്ടിൽ നിന്ന് ഈ ഒരു ടെൻഷൻ നിന്ന് പുറത്തിറങ്ങുക. ഒരു മാസത്തിലൊരു പ്രാവശ്യമാണെങ്കിൽ കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് വരിക. പുറത്ത് വന്ന് ഇവിടെ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയുമ്പോൾ വലിയൊരു ഭയങ്കര ആശ്വാസമാണത്. അപ്പോൾ ഇത്തരം പിന്നെ ആളുകളാണ് നമ്മുടെ ഈ ബിസിനസ് ചെയ്തത്. ഇപ്പം 2 ആളുകൾ അനുഭവം പറഞ്ഞത്. അതേപോലെ ഒരുപാട് ആളുകളുണ്ട്. നേരത്തെ പിന്നെ ആരോഗ്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ തെറാപ്പി സെൻ്ററിൽ തന്നെ ഉണ്ടായിട്ട് നമ്മളിപ്പം പിന്നെ നമുക്കറിയാം കുറച്ച് ദൂരെ ഉള്ള ഭാഗങ്ങളിൽ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തൊക്കെ ഇപ്പം നമ്മളിവിടെ ഒരുപാട് ചർച്ച ചെയ്താണ്. അതും ഇതേപോലെ തന്നെയാണ്
നന്നായിട്ട് പിന്നെ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ച ആളുകൾ, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു, നല്ല സ്ഥാപനം നടത്തിയിരുന്ന ആളുകൾ ഇതേപോലെ ഒരു സ്ട്രോക്ക് വന്നതോടുകൂടി ആ ആരോഗ്യം ക്ഷയിച്ചപ്പം പിന്നെ വീട്ടിൽ ആർക്കും വേണ്ടാതായി. വീട്ടിൽ വേണ്ടായെന്നല്ല, വീട്ടിൽ പരിഗണിക്കാതായി. പിന്നെ അവർക്ക് ഉണ്ടാകുക അവർ റൂമും ഈ ഭാര്യയും കുട്ടികളും ഇത് മാത്രം. അവിടെ ആ ഒരു പിന്നെ 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ. ആ ഭാര്യ ആ ഭർത്താവിനെ നോക്കും, ആ കുട്ടികളും. കാരണം മറ്റുള്ളവരൊക്കെ അപ്പുറത്തുണ്ടാവും. കാരണം ഇവർ വേറെ ഇതുവരെ ഈ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ആളുകൾ നേരത്തെ പിന്നെ കുറച്ച് ദൂരമുള്ള സരീഫ് സാഹിബ് പറഞ്ഞല്ലോ, കുറച്ച് ദൂരമുള്ള ഒരു സഹോദരനെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. പെങ്ങന്മാരും കാര്യങ്ങളൊക്കെ പിന്നെ കല്യാണം കഴിക്കാനൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും വിനിയോഗിച്ചെന്ന് പറയും പോലെ ആ വീട്ടിൽ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ ആരാണോ അവരാണ് ആ കുടുംബത്തിൻ്റെ കാര്യം നോക്കുക. പക്ഷെ അവർ തളർന്നോട് കൂടി പക്ഷേ മറ്റുള്ളവർ ഇവരെ സഹായിക്കുന്നതിന് പകരം ഇവരവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുക. അതാണ് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ആ ഭാഗങ്ങളിൽ 2 ആളുകൾ ഇതേപോലെ അവസ്ഥയുള്ള ഒരാൾ മരിച്ചു. അവിടെ ഇതേപോലെ സംഭവിച്ചിരുന്നത് വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമായിരുന്നു. ആ കുടുംബം ഇതേപോലെ തന്നെ ഈ സഹോദരന് ആരോഗ്യം പോടുകൂടി ഒരു റൂമിൽ അവിടെ ആക്കി. അവിടെ ആ ഭാര്യയും മക്കളും അവർക്ക് പിന്നെ വേറൊന്നുമില്ല. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സങ്കടങ്ങൾ അവർ പങ്കുവെക്കുക എന്നല്ലാതെ അതൊന്നും കേൾക്കാൻ ആളുകളില്ല. ഈ 2 ആളുകളും നമ്മളെ സെൻറ്ററിൽ വന്നതിന് ശേഷമാണ് അവർ ശരിക്കും ഒരു മനുഷ്യരായത്. പുറത്ത് ഇടപെടാനും കഴിഞ്ഞതും പിന്നെ അവർക്ക് കിട്ടിയൊരു സമാധാനം. കാരണം ഇവരെ വിഷമങ്ങൾ പങ്കെടുക്കാൻ ആളുണ്ട് എന്നുള്ള. ഇപ്പോഴും അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ വിളിക്കുന്നുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ ഈ ഇത്തരം കൂട്ടായ്മകൾ മാറി എന്നുള്ള എല്ലാ മേഖലയും അങ്ങനെ തന്നെ. ഓർഫൻ കേരള ആണെങ്കിൽ എല്ലാ മേഖലയിലും ഇതേപോലെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ആ ആളുകൾക്കൊരു ആശ്വാസം കൊടുക്കാൻ ഈ ഒരു കേന്ദ്രത്തിലെ പ്രവർത്തകരും ഈ കേന്ദ്രം സഹായിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു പിന്നെ കൂട്ടായ്മ അള്ളാഹു നിലനിർത്തട്ടെ. ഈ ആരോഗ്യത്തിനെ സംബന്ധിച്ച് പിന്നെ ഇതിൽ നമുക്കൊക്കെ ഉള്ളത് നമുക്കെല്ലാവരും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഒരൊറ്റൊരു കോട്ടിങ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും എന്നോട് പറയും ഞാൻ ഉണ്ടാവുമെന്ന്, പക്ഷെ ജീവിതം എന്നെ പഠിപ്പിച്ചു ആരും ഉണ്ടാവില്ല എന്ന്. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വലിയൊരു പിന്നെ നല്ലൊരു വാക്കെടുത്തു. നമ്മളങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാവരും ഉണ്ടാവും, ഞാൻ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവുന്നല്ലോ. പക്ഷേ ഇത്ര ആളുകൾക്ക് ആകെയുള്ള പഠനം എന്താണെന്ന് വെച്ചാൽ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് നമുക്കെന്താണ് ഈ ദിക്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞോട് കൂടി ആ ദിക്ർ അള്ളാഹുവിലേക്ക് അടുക്കുമ്പം അള്ളാഹു കൂടെ ഉണ്ടാകുമ്പം സമാധാനം ഉണ്ടാവും. അള്ളാഹു നമ്മുടെ അർത്ഥത്തിൽ ഈ സെൻറ്ററിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അള്ളാഹു ഇത്രയും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസമായിട്ട് ഈ കേന്ദ്രത്തിൽ നിലനിർത്തട്ടെ. അള്ളാഹു ആരോഗ്യം എന്നുള്ള അനുഗ്രഹത്തെ വേണ്ട പോലെ വിനിയോഗിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആരോഗ്യമുള്ള സമയത്ത് അതിന് പരമാവധി അത് പ്രയോജനപ്പെടുത്താൻ ഈ കൂട്ടായ്മയിലൂടെ കഴിയും. അള്ളാഹു ആ രീതിയിൽ ഈ കൂട്ടായ്മ നിലനിർത്തട്ടെ. നമുക്കും ആ രീതിയിൽ തൗഫീക്ക് നൽകാൻ കുറിച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.